ഇതാ നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ, നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള ഫോട്ടോസ്. സൂം ചെയ്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ക്ലാരിറ്റി എത്ര ക്ലിയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു DSLR കൊണ്ട് എടുത്തതാണെന്ന് തോന്നുന്നില്ലേ? പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ജസ്റ്റ് ഒരു വിവോ ഫോൺ കൊണ്ട് എടുത്തതാണ്. പക്ഷെ എങ്ങനെയാണ് ഇത്രയും ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് ഇവരുടെ ഫോണിൽ കിട്ടുന്നത്? എന്താണ് ഇവരുടെ സ്പെഷ്യാലിറ്റി? അത് ഇവർ ഇന്ന് ഇവിടെ കാണിച്ചു തരുന്നത്. ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. വിവോയുടെ ടെക് ഡേ 2024 ടെക് ഡേ ഇവിടെ നടക്കുകയാണ്. ഞാൻ അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോകാം. അകത്തേക്ക് നടന്ന് ചെന്ന് കയറിയപ്പോൾ അവിടെ ഒരു കുറച്ച് ക്ലാസ്സൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ നേരെ അടുത്ത സെക്ഷനിലേക്ക് നടന്നു. ഇവിടെ എന്താ നടന്നെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. കാരണം നമുക്ക് ആ ഫോട്ടോ എന്താണ് അതിന്റെ സെറ്റപ്പ് എന്ന് അറിയണമല്ലോ. വിവോ ഫോണിലെ ക്യാമറയുടെ കിടിലൻ സെറ്റപ്പിന്റെ മെയിൻ കാരണക്കാരൻ ഇവരാണ്. സെയ്സ് കൊളാബറേഷൻ ആണ്. ഞാൻ ആ പറഞ്ഞ ക്ലാരിറ്റി, കിടിലൻ ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് അവിടെ നിന്ന് നമുക്ക് എടുക്കാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ സെക്ഷനിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരൻ പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്താണ് ഇതിന്റെ സെറ്റപ്പ് എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന S100 Ultra ഈ ഫോണിൽ 50 മെഗാപിക്സലിന്റെ സോണി ലിഡിയ സെൻസർ ഉണ്ട്. അതേപോലെ 200 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ്, അത് ഹൈയസ്റ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അതൊക്കെ കേട്ടെങ്കിലും നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഈ പറഞ്ഞ ക്യാമറ കൊണ്ട് ഇരുട്ടി നിൽക്കുന്ന ഒരു സ്ട്രക്ചറിനെ ഞാനൊരു ഫോട്ടോ എടുത്തു. അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പുറം നിന്നൊരു ചെറിയ പൂവിന്റെ പടം ഞാനൊരു മാക്രോ ഷോട്ട് എടുത്തു. അതിന്റെ ക്ലാരിറ്റിയും സൂപ്പർ ആയിരുന്നു. നമ്മൾ പൂവിന്റെയും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മുടെ മുഖം എടുക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അറിയണ്ടേ? സോ അപ്പൊ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തു. പുള്ളി ആ ഫോൺ കൊണ്ട് ഈസി ആയിട്ട് എന്റെ ഒരു ഫോട്ടോ എടുത്തു. അതിന്റെ ക്ലാരിറ്റി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ പോലെ ഇത് കലക്കി എന്തായാലും സംഗതി കിടിലോ, ഒരു രക്ഷയില്ല. സോ ഈ പറഞ്ഞ കിടിലൻ ഫോട്ടോസ് എല്ലാം പ്രോസസ് ചെയ്ത് എടുത്തിരിക്കുന്നത് എവിടെയാണെന്നറിയോ? വിവോയുടെ V3 ഇമേജിംഗ് ചിപ്പും 1 ഇഞ്ച് സോണി സെൻസറുമാണ് ഈ കാണുന്നത്. ഇത്രയും ചെറിയ ഈ ഒരു സെൻസറിലും ഇത്രയും ചെറിയൊരു V3 ചിപ്പിലുമാണ് ഈ ഒരു പ്രോസസിംഗ് മുഴുവൻ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ APO ടെലിഫോട്ടോ ക്യാമറ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കൂടിയുണ്ട്. അതുകൂടി ഉള്ളത് കൊണ്ടാണ് ഇത്രയും മികച്ച സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സോ അതെന്താണെന്ന് അറിയാൻ ഞാൻ നേരെ അടുത്ത സെക്ഷനിലേക്ക് ചെന്നു. പേരെന്താ? എന്റെ പേര് അലൻ. ഞാൻ സൈസിൽ ഒരു ഒപ്റ്റിക്കൽ ഡിസൈനർ ആയിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ സാധാരണ നമ്മൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് ചുരുക്കി പറയാം. സാധാരണ ഒരു ലെൻസിലൂടെ ലൈറ്റ് കടന്നു വരുമ്പോൾ ആ ലൈറ്റിനകത്ത് പല കളർ ഉണ്ടാവുമല്ലോ, അത് സ്പ്രെഡ് ആയിട്ടായിരിക്കും വന്ന് വീഴുക. അതുകൊണ്ട് തന്നെ ക്രോമാറ്റിക് അബ്രിവേഷൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലാത്ത കളർ കാണാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഇവരുടെ 3 ലെൻസ് മെക്കാനിസം, ഒരു സാൻഡ്വിച്ച് പരുവത്തിൽ വെക്കുന്ന 3 ലെൻസ് മെക്കാനിസം ഉപയോഗിക്കുകയാണെങ്കിൽ, അതും സ്പെസിഫൈഡ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കളർ അബ്രിവേഷൻ ഉണ്ടാവില്ല, ആക്യുറേറ്റ് ആയ കളറുകൾ കിട്ടും എന്നുള്ളതാണ് ഇദ്ദേഹം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇത് വലിയ ലെൻസ്, DSLRന്റെ ലെൻസ് ആണ്. ഇതിനകത്താണ് നമ്മൾ ഇത് കാണിച്ചത്. പക്ഷേ ഈ ഒരു സെറ്റപ്പ് അങ്ങനെ തന്നെ ഇത്രയും ചെറിയ ഫോണിന്റെ ലെൻസിലേക്കും അവർ കൊണ്ടുവരികയാണ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കളറിന്റെ ഡിസ്ട്രോഷൻ ഇല്ലാതെ ആക്യുറേറ്റ് ആയിട്ടുള്ള കളറുകൾ നമുക്ക് കിട്ടുക. റിസൾട്ട് നല്ല ക്ലാരിറ്റിയുള്ള കിടിലൻ ഫോട്ടോസ്. ഇനി വിവോയുടെ ഫോണുകളിലെ അടുത്തൊരു കിടിലൻ സംഭവമാണ് ലെൻസ് ഫ്ലെയറുകൾ ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, റൈറ്റ് സൈഡിലെ സ്ക്രീനിൽ കാണുന്നത് സാധാരണ ലെൻസ് വെച്ചിട്ടുള്ള ഒരു ഫോണിന്റെ ക്യാമറയിലൂടെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അവിടെ ഞാൻ ലെൻസിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ മൊത്തം ലെൻസ് ഫ്ലെയർ ആണ് കാണുന്നത്. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം, അതിന്റെ നേർക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ലെൻസ് ഫ്ലെയറും കാണില്ല. ക്ലിയർ ആയിട്ട് അവിടെയുള്ള വിഷ്വൽ കാണാൻ സാധിക്കും. അതിന്റെ കാരണം ആ ലെൻസ് ഫ്ലെയറെ കട്ട് ചെയ്യുന്നത് ഇവരുടെ സെയ്സിന്റെ T-Star കോട്ടിംഗ് ആണ്. അടുത്ത സെക്ഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിന് മുമ്പ് ഒരു ക്ലാസ് ഞാൻ വന്നു കയറിയപ്പോൾ തന്നെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതെന്താ സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ 3GPP അതായത് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയുള്ള ടീമാണ്. 15,000-ലധികം കോൺട്രിബ്യൂഷൻസ് ഈ ഒരു മേഖലയിലേക്ക് അവർ നൽകിയിട്ടുണ്ട്. പ്ലസ് 6,000-ലധികം പേറ്റന്റ് ഈ ഒരു മേഖലയിൽ അവരുടേതായിട്ടുണ്ട്. പിന്നെ ഇവര് ഒരുപാട് കാര്യങ്ങൾ 3GPP ഈ പവർ സേവിംഗുമായി ബന്ധപ്പെട്ട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അതും ഇവിടെ അവർ നമുക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരികയുണ്ടായി. പിന്നെ നെറ്റ്വർക്ക് പരമായ കാര്യങ്ങളിലും എനർജി എഫിഷ്യൻസിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ഫൈനലായിട്ട് നമുക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങളിലും ഇവർ ഒരുപാട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരികയാണ്. സോ അതുകൊണ്ട് തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ വിവോ ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇതിനപ്പുറം ചില AI ഫീച്ചറുകൾ പറയുന്നുണ്ട്. അതായത് AI നോട്ട് അസിസ്റ്റ്. ഒരു നോട്ടിൽ വലിയൊരു പാരഗ്രാഫ് ഇടുകയാണെങ്കിൽ നമുക്ക് അതിനെ സമറൈസ് ചെയ്ത് തരുന്ന കാര്യം, അതുപോലെ അതിനെ വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യം. പിന്നെ AI സ്ക്രീൻ ട്രാൻസ്ലേഷനും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ അടുത്തായിട്ട് AI ട്രാൻസ്ക്രിപ്റ്റ്. ഇതും ഒരു നല്ല കാര്യമാണ്. ഓഡിയോ ഒക്കെ നമുക്ക് ഒരു ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തൊരു നോട്ടാക്കി മാറ്റി തരികയും അതിനെ വേണമെങ്കിൽ സമറൈസ് ചെയ്ത് തരികയും ചെയ്യുന്ന കാര്യങ്ങളും ഇതിനകത്ത് വരും. പിന്നെ വിവോ V40 സീരീസ് അടുത്ത ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനകത്തും 1-2 നല്ല കിടിലൻ AI ഫീച്ചറുകൾ വരുന്നുണ്ട്. AI ഇറേസർ, ഇതിലൂടെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമേജിലെ ഒബ്ജക്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ AI ഗ്രൂപ്പ് ഫോട്ടോ, 30 ആൾക്കാർ വരെ അടങ്ങുന്ന ഗ്രൂപ്പ് ഫോട്ടോ, ക്ലിയർ ആയ ഫേസ് ഡീറ്റെയിൽസ് അടക്കം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഏതായാലും V40 സീരീസിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള മേഖലകളിലേക്ക് നടക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ക്യാമറ ക്വാളിറ്റിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരിതൊക്കെ എങ്ങനെയാണ് ഇത്ര സെറ്റപ്പ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ അപ്പോ ലെൻസ്, ഈ പറഞ്ഞ ടെലിഫോട്ടോ ലെൻസ് ക്വാളിറ്റി ഇതെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും അത് കൃത്യമായിട്ട് സെയ്സിന്റെ ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. കൃത്യമായിട്ട് കളറും കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിച്ച ആ ഒരു സർട്ടിഫിക്കേഷനോട് കൂടിയാണ് ഈ ലെൻസുകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ആക്യുറേറ്റ് ആയ കളറുകളും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. അടുത്ത ഒരു കിടിലൻ സംഗതിയാണ് സിനിമാറ്റിക് പോർട്രേറ്റ്, അതും 4K. നമുക്കത് അവിടെ പിള്ളേരെ ഇരിക്കുന്നുണ്ട്, പിള്ളേരെ ഏൽപ്പിച്ചു വിടാം. നമുക്ക് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. അവരെ വെച്ച് ചെയ്യാൻ നല്ല കിട്ടുന്ന സെറ്റപ്പ് ആയിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റി കിട്ടുമോ നോക്കാം. സോ അപ്പോൾ മോഡലുകളെ മാറ്റി നമ്മളത് ടെസ്റ്റ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ സുഹൃത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഫോക്കസ് അങ്ങോട്ട് പോകുന്നു, ഞാൻ തിരിയുമ്പോൾ തിരിച്ച് ഫോക്കസ് എന്റെ മുഖത്തേക്ക് തന്നെ വരുന്നതും കാണാം. ഇനി വിവോയുടെ ഫോണുകളിലെ അടുത്ത ഒരു കിടുന്ന സംഗതിയാണ് മൾട്ടി ഫോക്കൽ പോർട്രേറ്റ്. പല പേരിൽ ഇവർ കുറെ സംഭവങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇവിടെ കാണാം പല സ്റ്റൈലുള്ള ഫോട്ടോസ്, സോണാർ, പ്ലാനാർ, ബയോട്ടാർ, ബി സ്പീഡ് തുടങ്ങി പല സ്റ്റൈലുകളുണ്ട്. സൈസിന്റെ സ്പെഷ്യൽ സ്റ്റൈലുകൾ, ഇതിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കണ്ട എല്ലാ സ്റ്റൈലുകളും റിയൽ ലെൻസുകളാണ്. കണ്ടോ, ഓരോ സ്റ്റൈലിനും ഓരോ ലെൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് സോഫ്റ്റ്വെയർ വെച്ച് എന്തെങ്കിലും ചെയ്യുന്ന പരിപാടിയല്ല. റിയൽ ലെൻസുകളിലാണ് ഈ പറഞ്ഞ എഫക്റ്റുകളെല്ലാം കൊണ്ടുവരുന്നത്. ഈ ലെൻസ് അങ്ങനെ തന്നെ ഫോണിൽ വെച്ചിരിക്കില്ല കേട്ടോ. ഇതിന്റെയൊക്കെ ചെറിയ ആ കോട്ടിങ്ങിന്റെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ വ്യത്യാസങ്ങൾ ആ ചെറിയ ലെൻസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ സ്ട്രോങ് വിവോ ഫോണുകളുടെ ഒരു സ്ട്രെങ്ത് കാണിക്കാനുള്ള സ്ഥലത്താണ്. സ്കോട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസിന്റെ ഏരിയയിലാണ്. ഇതൊരു നല്ല മെറ്റൽ ബോളാണ്. ഈ ഫോണിൽ ഉപയോഗിക്കുന്ന ആ ഗ്ലാസിന്റെ മുകളിലേക്ക് 2 മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മൾ ഇടാൻ പോവാണ്. സോ 2 മീറ്റർ ഹൈറ്റ് ചെയ്യുന്ന ഒരു മെറ്റൽ ബോൾ നേരെ താഴെ ആ ഫോണിന്റെ ഗ്ലാസ് മുകളിൽ ഇട്ടു. സ്കോട്ട് സെൻസേഷൻ അപ്പിന്റെ ഗ്ലാസ് പൊട്ടാതെ സ്ട്രോങ് ആയിട്ട് നിന്നു. ബോൾ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഫോൺ ഡ്രോപ്പ് ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ അറിയണ്ടേ? കാരണം നമ്മുടെ ഇന്ന് ബോൾ അല്ലല്ലോ ഫോണിലേക്ക് വീഴുന്നത്, ഫോണല്ലേ താഴെ വീഴാറ്. അങ്ങനെ 2 മീറ്റർ ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഫോൺ ദാ ഒരൊറ്റ ബട്ടൺ ഞെക്കിയപ്പോൾ നേരെ താഴെ വീണു. പക്ഷെ ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇത് കഴിഞ്ഞാൽ ഇവരുടെ ഫോൾഡിംഗ് ഫോണുകൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസിന് എന്താ ഇതുപോലെ 2 ഗ്ലാസിന്റെ അടി വെച്ചിട്ട് ഇങ്ങനെ അമർത്തി വളച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതേപോലെ ബെൻ ടെസ്റ്റിംഗ് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നു. വളച്ചങ്ങനെ ഒട്ടിച്ചു, പക്ഷെ എന്നാലും അത് പൊട്ടാതെ ക്ലിയർ ആയിട്ട് നിന്നു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ഇന്ത്യക്കാരെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലോക്കലൈസേഷൻ ആണ്. വിവോയുടെ ഒരുപാട് കാര്യങ്ങൾ ലോക്കലി ഇന്ത്യയിലാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ചാർജർ കാര്യങ്ങൾ ഇതെല്ലാം ലോക്കലി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ അവരുടെ സാൽകോം മാനുഫാക്ചറിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അതേപോലെ അതിന്റെ ബാക്കിയുള്ള ഘടകങ്ങൾ, പാക്കേജിംഗ്, ഇതും ഇതിനകത്തെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെയാണ്. അതേപോലെ അടുത്തത് അതിന്റെ ഫ്രെയിം, കേസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം ഇന്ത്യൻ മെയ്ഡ് ആണ്. അതേപോലെ ഇന്ത്യയിൽ തന്നെയാണ് അസംബിൾ ചെയ്യുന്നത്. ബാറ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ കാണാം. ഇവിടെ കാണുന്ന ഈ ഫോണിന്റെ ബാക്കിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പല തരത്തിൽ ഇവരിവിടെ ചെയ്യുന്നു. ഇത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ സെന്റർ ആണ്. ഗുഡ്ഗാവിലുള്ള ഈ വിവോയുടെ തന്നെ സെന്റർ ആണ്, ഇന്ത്യയിൽ തന്നെയാണ്. അതായത് ഈ കാണുന്ന ബാക്കിയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട്. ഇതെല്ലാം ലോക്കലി ഇന്ത്യയിൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ, ബെനിഫിറ്റുകൾ നമുക്ക് തൊഴിലവസരങ്ങളായിട്ടും മറ്റുമൊക്കെ വിവോയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഫൈനലായിട്ട് ഇനി വിവോയുടെ മ്യൂസിക്കും കൂടി നമുക്ക് ഇവിടെ കേൾക്കാം. അതായത് എയർടെലിന്റെ ഒരു മ്യൂസിക് ഉണ്ടല്ലേ, അത് കേൾക്കുമ്പോൾ നമുക്ക് എയർടെലിന് ഓർമ്മ വരും. BSNL ഒരു മ്യൂസിക് ഉണ്ട്, നമ്മൾ കേൾക്കുമ്പോൾ BSNL ഓർമ്മ വരും. അതുപോലെ ഇനി ഇവരുടെ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിവോയെ ഓർമ്മ വരും എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ആ മ്യൂസിക് ഒന്ന് കേട്ട് നോക്കിക്കോ. ഓക്കെ, ബ്രാൻഡ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് വിവോ അവരുടെ ഈ ഒരു മ്യൂസിക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഞാൻ കേട്ടു, നിങ്ങളും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കേൾക്കും. ഫൈനലി വിവോയുടെ അടുത്ത ഒരു സബ് ബ്രാൻഡ് കൂട്ടാനായ നമ്മുടെ ഐക്യു അവരുടെ ചില സംഭവങ്ങളിൽ 200 വാട്ടിന്റെ ഫ്ലാഷ് ചാർജ് ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട്. സോ ഫാസ്റ്റസ്റ്റ് ചാർജിങ് ഫോണുകൾ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഐക്യു അതിൽ ബെസ്റ്റ് ടീമാണ്. അതേപോലെ തന്നെ അടുത്തൊരു സംഭവം സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1. സോ ഈ ഒരു ചിപ്പ് ഉള്ളപ്പോൾ നമുക്ക് ഏറ്റവും മികച്ച ഗെയിമിംഗ് പെർഫോമൻസും അതിന്റെ ഒരുപാട് ഫീച്ചേഴ്സും കിട്ടുന്നുള്ളതിൽ തർക്കമില്ല. പിന്നെ ഐക്യുവിൻ്റെതായ ഒരു BMW മോട്ടോ സ്പോർട്ട് കൊളാബറേഷൻ നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ പല ഫോണുകളിലും കണ്ടതാണ്, അതും ഇവിടെ ഉണ്ട്. സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ വിവോയുടെ ടെക് ഡേ 2024 വന്നപ്പോൾ ഇവിടെ കാണാൻ കഴിയും. കണ്ടതെല്ലാം ഷോർട്ട് ആയിട്ട് നിങ്ങളെ കാണിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.